നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യം പഠിക്കുമ്പോൾ അത് അനുഭവത്തിലൂടെ ആയിരിക്കാം, വായനയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ മുതിർന്നവർ പറഞ്ഞത് കേട്ടിട്ടാവാം. ആ പഠിക്കുമ്പോൾ ആ നല്ല പാഠങ്ങൾ നമ്മൾ മനസ്സിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ പ്രകടമാക്കിക്കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ അത് പാഠം എന്ന് പറയാൻ സാധിക്കുള്ളൂ. ഇപ്പൊ കുട്ടിക്കാലത്ത് തന്നെ ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുക, അത് കേട്ട് കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. വേസ്റ്റ് കളയേണ്ടത് വേസ്റ്റ് പേപ്പർ ബാസ്ക്കറ്റിലാണ്. വാഷ്റൂമിൽ പോകണം നമ്മുടെ ആ തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാനായിട്ട്. ശരീരം വൃത്തിയാക്കി വെക്കണം. പരിസര ശുചീകരണം പാലിക്കണം. സത്യസന്ധത പാലിക്കണം. അച്ഛനെ അമ്മയെ ബഹുമാനിക്കണം. നമ്മുടെ പിറന്ന രാജ്യത്തോട് ദേശഭക്തി വേണം. രാജ്യത്തെ നമ്മൾ സേവിക്കണം. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് നമ്മൾ പ്ലഡ്ജിൽ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ തത്വങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ സയൻസിൽ പല കാര്യങ്ങൾ പഠിക്കുന്നു. എങ്ങനെയാണ് ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ആയത്, മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ട് പലതരത്തിലുള്ള കോശങ്ങളായത്, എങ്ങനെയാണ് ജീവൻ ഉദ്ഭവിച്ചത്. ഇതെല്ലാം വന്നത് ഈ തരത്തിലുള്ള ഷെയറിങ്ങിലും ജോയിനിങ്ങിലും കമ്മ്യൂണിറ്റി ലിവിങ്ങിലുമാണ് എന്നുള്ളത് നമ്മൾ പഠിക്കുകയാണ്. സയൻസിൽ കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും ഫിസിക്സിനാണെങ്കിൽ ഈ ലോകം മുഴുവൻ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത്. നമ്മുടെ സ്ക്രിപ്റ്റേഴ്സ് പറയുന്ന പോലെ ധർമ്മം, അടിസ്ഥാനപരമായിട്ട് ധർമ്മമുണ്ട്. ഇലക്ട്രിസിറ്റിക്ക് അതിന്റെ ധർമ്മം, ഗ്രാവിറ്റേഷൻ അതിൻ്റെ ധർമ്മം,
മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെതായിട്ടുള്ള ധർമ്മം. അപ്പൊ എല്ലാം അതിന്റെ ധർമ്മത്തിൽ ജീവിക്കുന്നു. അപ്പൊ ആ ധർമ്മബോധം ഉണ്ടാക്കാൻ നമ്മളെ പഠിപ്പിക്കണം. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഇത് ജീവിതത്തിൽ നമ്മൾ പാലിക്കണം. എങ്ങനെയാണ് ഈ ലോകം ഇവോൾവ് ചെയ്തിട്ട് ഇതുപോലെ നിലനിൽക്കുന്നത്? അതിന്റെ ഫൗണ്ടേഷൻ എന്താണ്? എന്തുകൊണ്ടാണ് എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്? നുണ പറയാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് നുണ പറയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ അടിസ്ഥാനപരമായിട്ടൊരു സത്യം ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നുണ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അവിടെ. എല്ലാവരും നുണ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റില്ല. നുണയന്മാരെ കൂടി ജീവിക്കാൻ പറ്റാതെ മാറും. ഇവിടെ കക്കാൻ താല്പര്യമുള്ളവർക്ക് കക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. അത് കക്കപ്പെടാനുള്ള ആൾക്കാരുള്ളതുകൊണ്ടാണ്. അവരത് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരതിനെ എതിർക്കുന്നില്ല. വയലൻസ് വരുന്നത് എന്തുകൊണ്ടാണ്? തിരിച്ചടിക്കാൻ ശക്തിയില്ലാത്തവർ ഉള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ദാനധർമ്മങ്ങൾ നടത്താൻ പറ്റുന്നത് കൊണ്ടാണ്. അതുപോലെ ദരിദ്രർ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. അപ്പോ ഈ ലോകത്തിൽ നമുക്ക് നല്ലത് ചെയ്യണമെങ്കിലും ചീത്തയും ചെയ്യണമെങ്കിലും നമുക്ക് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ വേണം. ആ ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ട് ഫൗണ്ടേഷനിൽ വരുന്ന പലതരത്തിലുള്ള എക്സ്പീരിയൻസ് വേണം, ജീവജാലങ്ങൾ വേണം. എങ്കിൽ മാത്രമേ ഇവിടെ കർമ്മം ചെയ്യാൻ സാധിക്കൂ. പക്ഷെ നമ്മളെപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ ട്രൂത്തിലേക്കാണ്, ആ ശരിയിലേക്കാണ്, ആ ഡിസിപ്ലിനിലേക്കാണ്. അതില്ലെങ്കിൽ ഈ ലോകം നടക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ കുട്ടിയും മാനിഫെസ്റ്റ് ചെയ്യണം അവരുടെ ജീവിതത്തിൽ. ഇല്ലെങ്കിൽ പഠിപ്പിന് ഒരു അർത്ഥമില്ലാണ്ടായിട്ട് മാറും. LKG പഠിക്കേണ്ട കാര്യങ്ങളാണ്. വേസ്റ്റ് അവിടെ ഇടരുത്, ടോയ്ലറ്റിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്. ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കാണാം, ടോയ്ലറ്റ് കയറുന്നതിന് അവിടെ തന്നെ ഒന്ന് മൂത്രം വെച്ചിട്ടാണ് പോകും. കിടക്കാൻ പറ്റില്ല. ചിലപ്പോൾ മൂത്രം മാത്രമല്ല, എല്ലാം അവിടെ സാധിച്ചിട്ട് പോകുന്നു. പിന്നെ അവിടെ കിടക്കണേ വേറെ ആരെങ്കിലും ക്ലീൻ ചെയ്യണം. വാഷ് ബേസിനിൽ തുപ്പിട്ടിട്ട് പോകുന്നു, അത് വേറെ ആരെ വൃത്തിയാക്കുക. വാഷ് ബേസിൻ ബ്ലോക്ക് ആകുന്നു. അത് സ്കൂളുകളിൽ മാത്രമല്ല, അത് LKG പഠിക്കേണ്ട കാര്യമാണ്. വലിയ ആൾക്ക്, മുതിർന്നവരും ഇത് തന്നെ ചെയ്യുന്നു. ഒരു ടോയ്ലറ്റ് വൃത്തിയായിട്ടിരിക്കുന്നത് കാണുന്നത് വളരെ വളരെ റെയറാണ്. ചിലപ്പോൾ ബ്ലോക്ക് ആയിട്ടുണ്ടാവും, പൈപ്പ് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, ബക്കറ്റ് പൊട്ടിയിട്ടുണ്ടാവും, പലതരത്തെ പ്രാണികളോട് അരിച്ച് നടക്കുന്നുണ്ടാവും. ക്ലെൻലിനെസ് ഇല്ലാത്ത ടോയ്ലറ്റ്. ഇതേക്കുറിച്ച് ഒരു സിനിമ തന്നെ ഈ അടുത്തിറങ്ങി. ഈ ക്ലെൻലിനെസ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ടോയ്ലറ്റ് പോയി കുടുങ്ങിയിട്ട് അത് വൃത്തിയാക്കാൻ ശ്രമിക്കുന്നു. അവസാനം ഡ്രസ്സ് മുകളിൽ തോരിട്ടപ്പോൾ, കാരണം ഇവിടെ ഹാങ്ങർ ഇല്ല, അത് ചുമരുമത്തോട്ട് വേറെ ആരോ ഡ്രസ്സ് അടിച്ചോണ്ട് പുറത്തേക്ക് വരാൻ ഡ്രസ്സില്ല. ഇതൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അത് എങ്കിൽ മാത്രമേ വേറെ ആൾക്ക് അത് ചെയ്തു കൊടുക്കാൻ സാധിക്കും. ഒരു ടോയ്ലറ്റ് എങ്ങനെയാണ് വേണ്ടത്, ഒരു അടുക്കള എങ്ങനെയാണ് വേണ്ടത്, ഇതൊക്കെ നമുക്ക് സ്വയം മനസ്സിലായാലേ അത് വേറെ ആൾക്ക് നൽകാൻ സാധിക്കും. നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് അസൗകര്യമാവരുത്. ഇത് ചെറുപ്പത്തിലേ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അസംബ്ലിയിൽ ലൈൻ നിൽക്കുക. അവിടെ തന്നെ ലൈനിൽ നിൽക്കാൻ പറ്റാത്ത ആൾക്കാർ എങ്ങനെയാണ് റെയിൽവേ ക്യൂവിൽ നിൽക്കുക, അല്ലെങ്കിൽ ബാങ്കിൽ പോകുമ്പോൾ ക്യൂവിൽ നിൽക്കുക. എവിടെ ചെന്നാലും നമ്മൾ ക്യൂവിൽ നിൽക്കണം. ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ അവിടെ ഒരു ക്യൂ ഉണ്ട്. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങളും നടത്തുക. ഇതെല്ലാം നമ്മൾ കുട്ടിക്കാലത്ത് ഡിസിപ്ലിൻ പഠിക്കാത്തതുകൊണ്ടാണ്. കാരണം എല്ലാത്തിനും അതിന്റെ സമയമുണ്ട്. നമ്മൾ ഡിസിപ്ലിൻ ആയില്ലെങ്കിൽ ലോകം നടക്കില്ല. ഞാൻ മറികടന്നു കഴിഞ്ഞാൽ, എന്റെ മുമ്പേ പോണവർ മറികടന്നു കഴിഞ്ഞാൽ, എല്ലാവരും അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങൾ ബാലൻസിൽ പോവുക? അപ്പോ ഇത് എല്ലായിടത്തും കാണുന്നു. ട്രാഫിക്കിൽ കാണുന്നു ഈ ഇൻഡിസിപ്ലിൻ. കുട്ടിക്കാലത്ത് പഠിക്കുന്ന സത്യസന്ധത കുട്ടിക്കാലത്ത് പഠിക്കേണ്ടത് പ്രായമാകുമ്പോഴും നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. സത്യസന്ധതയെ കുറിച്ച് വേണമെങ്കിൽ ഒരു വലിയൊരു എസ്സേ എഴുതും, ഈശ്വരനെ കുറിച്ച് വലിയൊരു എസ്സേ എഴുതും, സ്നേഹത്തെക്കുറിച്ച് വലിയൊരു എസ്സേ എഴുതും, ഭക്തിയെക്കുറിച്ച് വലിയൊരു എസ്സേ എഴുതും, ഭഗവത്ഗീതയോ ബൈബിളോ ഖുറാനോ വായിച്ച് അതിനെ കുറിച്ചിട്ട് വേണമെങ്കിൽ വലിയ വലിയ വാക്കുകൾ പറയും. പക്ഷെ ജീവിക്കുമ്പോൾ ഒരു മനുഷ്യനെ പോലെ കൂടി ജീവിക്കാൻ പറ്റാതെയാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചതൊക്കെ നമ്മൾ ക്യാരക്ടറിൽ കാണിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. എഡ്യൂക്കേഷന്റെ പ്രധാനപ്പെട്ട ഭാഗം ക്യാരക്ടറാണ് എന്നുള്ളത് മഹാത്മാഗാന്ധിജി എത്രയോ പ്രാവശ്യം ഊന്നി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാളും ഉപരി വേണ്ടത് സ്വഭാവത്തിൽ പഠിച്ച കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള മാനിഫെസ്റ്റേഷനാണ്. നമുക്ക് അങ്ങനെ മാത്രമേ ഈ ലോകത്തിൽ പ്രോഗ്രസ് ശരിക്കും കൊണ്ടുവരാൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല. അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ലോകം ഉണ്ടായി കഴിഞ്ഞാൽ യുദ്ധങ്ങളും കലഹങ്ങളും മാത്രം ഉണ്ടാവുന്നു. പരസ്പരം പഴിചാരുകളും സമാധാനം ഇല്ലാത്തൊരു ജീവിതം. എല്ലാവർക്കും ഇവോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ജീവിതം ആയിരിക്കണം ഇവിടെ ഉണ്ടാവും. ചിലർക്ക് മാത്രം പോരാ, എല്ലാവർക്കും ഇവോൾവ് ചെയ്യണം.
മനുഷ്യന്റെ തലത്തിൽ ഇനി ഡിവൈൻ തലത്തേക്ക് പരിണമിക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കും. അവസരങ്ങൾ നൽകാനാണ് ശരിക്കും നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിന് വേണ്ടത് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. ഈ ഡിസിപ്ലിൻ പ്രപഞ്ചത്തിലുടനീളം കാണാം. ആ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരു മാവ് മാങ്ങ തന്നെ തരുന്നു. സൂര്യൻ കറക്റ്റ് സമയത്ത് നമുക്ക് ഉദിക്കുന്നു, അസ്തമിക്കുന്നു. ഭൂമി കറക്റ്റായിട്ട് തിരിയുന്നു. ഋതുക്കൾ കറക്റ്റായിട്ട് മാറുന്നു. അവിടെ എന്തെങ്കിലും താളപ്പുഴ വരുമ്പോൾ നമ്മൾ പ്രകൃതിക്ഷോഭം എന്ന് പറയും. നമ്മളത് ശീലിച്ചു കഴിഞ്ഞു, അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് വേണേൽ ചെയ്യാം, ബാക്കിയുള്ളവരെല്ലാം കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ള ആ ചിന്താഗതി മാറ്റിയിട്ട് ഞാനും അതുപോലെ തന്നെ ആയി മാറണം എന്നുള്ള പാഠം ആണ് എഡ്യൂക്കേഷനിൽ നമ്മൾ പഠിക്കേണ്ടത്. ഇത് തന്നെയാണ് സ്പിരിച്വാലിറ്റി, ഇത് തന്നെയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. ഇതാണ് ഹാർട്ട്ഫുൾനെസ് നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാവരും വീണ്ടും ഹാർട്ട്ഫുൾനെസ് സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.